വടക്കേ കാരമുക്ക് സെന്റ് ആന്റണീസ് ഇടവക കുടുംബം മുഴുവൻ സമ്പൂർണ്ണ ബൈബിൾ ഒരുമിച്ച് ചേർന്ന് എഴുതാനുള്ളൊരു ശ്രമത്തിലാണ് ഇടവകപ്പള്ളിയിൽ. കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഒറ്റയ്ക്കൊക്കെ ബൈബിൾ എഴുതുന്നൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇടവക കുടുംബം മുഴുവൻ ഒന്നിച്ച് ചേർന്ന് ബൈബിൾ എഴുതുന്നത് മിക്കവാറും ആദ്യമായിട്ടായിരിക്കും. ഇങ്ങനൊരു ആശയം കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെച്ചപ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സെൻറ്റ് ജോസഫ് കുരിശുപള്ളിയിൽ എല്ലാവരും ചേർന്ന് ഒരു സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടത്തിയത് ഇതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. 350-ലധികം പേര്, അത് 10 വയസ്സ് മുതൽ 75-80 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ബൈബിൾ എഴുതാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. നമ്മൾ ഇങ്ങനെ ഒരു ബൈബിൾ എഴുതുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വളരെയധികം എനിക്ക് കിട്ടിയ ഭാഗം തന്നെ ആണെങ്കിൽ പള്ളിയുടെ അളവുകളും അതുപോലെ തന്നെ ആ താരകളുടെ അളവുകളും അങ്ങനെയുള്ള ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അത് ഇത്രയധികം നമുക്ക് മനോഹരമായി എഴുതാൻ സാധിക്കുന്നു. നന്ദി പറഞ്ഞു. നമ്മുടെ ഇടവകയിലെ കൊച്ചുകുട്ടികൾ മുതൽ 70-75 വയസ്സായ ജനങ്ങൾ വരെ ഒരുമിച്ച് എഴുതിയ ഒരു സമ്പൂർണ്ണ ബൈബിള് നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവത്തിനോട് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു അനുഭവമാണ്. വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇത് എഴുതി തുടങ്ങിയത്. എങ്കിലും ഏകദേശം ഒരു 3 മണിക്കൂർ സമയം എഴുതാനായിട്ട് മാറ്റിവെച്ചു. എനിക്ക് തോന്നുന്നു എല്ലാവരും ചേർന്ന് വളരെ ക്ഷമയോടുകൂടെ പ്രാർത്ഥനാപൂർവം തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് കടന്നു വന്നത്. വളരെ ഭക്തിപരമായിട്ടൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. എല്ലാവരും വളരെ ഭയഭക്തിയോടുകൂടി അവിടെ ആ ബൈബിൾ എഴുതുന്നത് നമുക്ക് കാണാനും അതിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ പള്ളിയിൽ തന്നെ ഇങ്ങനെ ബൈബിള് മൊത്തത്തിൽ എഴുതിയവരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനെ എഴുതി നോക്കുമ്പോഴാണ് അതെന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവണേ. ബൈബിൾ എഴുതിയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിത് എഴുതാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എഴുതി തുടങ്ങിയപ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നി. പക്ഷേ അതിലൊരു സ്പിരിറ്റോട് കൂടി ഞാൻ എഴുതാൻ ശ്രമിച്ചു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു അനുഭവമായിരുന്നു. ദൈവത്തിൻ്റെ ശക്തമായ വചനം കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ചെഴുതിയപ്പോൾ അത് വലിയൊരു കൃപയായി തോന്നി. തീർച്ചയായിട്ടും ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. ഇടവക കുടുംബം മുഴുവനും ഒന്ന് ചേർന്ന ഒരു മനസ്സോടുകൂടെ ഇങ്ങനെ ഒരു വലിയ ഉദ്യമത്തിന് സാക്ഷ്യം വഹിച്ചത് തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കാണ്. സാക്ഷികളാകാം ലോകത്തിലെ